ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബുക്ക് പരിചയപ്പെടാം, ഒരു പുസ്തകം പരിചയപ്പെടാം. നമ്മൾ പല ചാപ്റ്ററുകളിലായി പല കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. എനിക്കിഷ്ടപ്പെട്ട മൂവികളൊക്കെ ഞാൻ ഷെയർ ചെയ്തു. ഇന്ന് എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകത്തെയാണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാരൊക്കെ വായിച്ചിട്ടുണ്ടാവും. എന്നാൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത് ഒരുപാട് അധികം ആൾക്കാർ വായിച്ചൊരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വായിച്ചിരിക്കേണ്ട ഒരു മനോഹരമായ ഒരു പുസ്തകമാണ്. ഇതൊരു ജീവിത രീതിയാണ്. എങ്ങനെ സന്തോഷകരമായ ആരോഗ്യത്തോടു കൂടി ദീർഘകാലം ജീവിച്ചിരിക്കാം എന്നത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ ജാപ്പനീസ് കൃതിയുടെ വിവർത്തനമാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും ബുക്ക് ഏതാണെന്നും അതിൻ്റെ പേരൊക്കെ എന്താണെന്ന് നിങ്ങൾ കണ്ടു കാണും. എന്നാൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഞാൻ ആ ബുക്ക് പരിചയപ്പെടുത്താം, കാണിച്ചു തരാം. ഇതാണ് ആ പുസ്തകം. ഇതിൻ്റെ പേര് ഇക്കിഗായ് എന്നാണ്. ഇക്കിഗായ് എന്ന പദത്തിന് കൃത്യമായ ഒരു അർത്ഥം നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു ജീവിത രീതിയാണ്. ഒരു കൂട്ടം മനുഷ്യർ ദീർഘായുസ്സോടു കൂടി സന്തോഷകരമായി ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നുണ്ട് ജപ്പാനിൽ. എന്താണ് അവരുടെ സന്തോഷത്തിൻ്റെ രഹസ്യം? എന്താണ് അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം? അത് അവർ പിന്തുടരുന്ന ഇക്കിഗായ് എന്ന ജീവിത രീതിയാണ്. അതാണ് നമുക്ക് വളരെ ലളിതമായി ഈ ഒരു പുസ്തകത്തിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്കിതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോവാം. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ജാപ്പനീസ് പുസ്തകമാണെന്ന്. ജപ്പാൻ ജനതയുടെ അഭിപ്രായം അനുസരിച്ച് എല്ലാവരുടെ ലൈഫിലും ഒരു ഇക്കിഗായ് ഉണ്ടായിരിക്കും. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് ജീവിച്ചിരിക്കാനുള്ളൊരു കാരണമായിട്ടാണ് നമുക്ക് ആ വാക്കിനെ വിവർത്തനം ചെയ്യാൻ വേണ്ടി പറ്റുക. അത് പല രീതിയിലുള്ളതാവാം. നിങ്ങൾ എന്തിന് ജീവിച്ചിരിക്കണം, നിങ്ങൾ ആർക്ക് വേണ്ടി ജീവിച്ചിരിക്കണം, നിങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കണം, നമ്മൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ലോകത്തിന് എന്താണ് പ്രയോജനമുള്ളത്, നമ്മൾ എന്താണ് പുതിയത് പഠിക്കുന്നത്, നമ്മൾ എന്താണ് കഴിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നമ്മളെ സമയം ചെലവഴിക്കുന്നത്, ഇതൊക്കെ ഈ ഒരു ചെറിയ വാക്കിനകത്ത് ഉൾപ്പെടുന്ന കുറേ കാര്യങ്ങളാണ്. ഇക്കിഗായ് എന്നത് ഒരു കാര്യം കൊണ്ട് മാത്രം വിവരിച്ചു തരാൻ പറ്റുന്ന ഒരു നിസ്സാരമായ വാക്കല്ല. ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും വിരമിക്കാതെ ഇരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു വാചകമാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ആൾക്കാർ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ ജോലി ചെയ്യും, പിന്നെ വിശ്രമ ജീവിതം, വിരമിച്ചതിന് ശേഷമുള്ളൊരു ജീവിതം വിശ്രമ ജീവിതമാണെന്നാണല്ലോ നമ്മുടെയൊക്കെ ഒരു ധാരണ. ജാപ്പാൻകാരുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്താലും വിരമിക്കാതിരിക്കുക. ആ ഒരു രീതിയിലാണ് അവർ ജീവിതത്തെ കാണുന്നത്. അതുതന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവരുടെ ദീർഘായുസിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പ്രധാന കാരണമായിട്ട് ഇക്കിഗായ് എന്നൊരു വേർഡ് തന്നെ ഉണ്ടാവാനുള്ള കാരണം. അവരെ സംബന്ധിച്ച് ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു നമ്മൾ പറയുന്ന കണക്ക് നമ്മളെ തന്നെ അന്വേഷിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. നമ്മുടെ ഭാരതീയ സംസ്കാര പ്രകാരം നമ്മളെ തന്നെ അന്വേഷിക്കുക, ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, അത് കണ്ടെത്തുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ജാപ്പനീസ് വേർഷനായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ ഇക്കിഗായ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് അവർ പറയുന്നത്. ഇക്കിഗായ് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ നിന്നൊരു വിരമിക്കൽ എന്നൊരു രീതി അവിടെ ഇല്ല. അവർ ആ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്ര വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് എന്താണോ ആ വയസ്സിൽ ചെയ്യാൻ പറ്റുന്നത് അവർ തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കും. മിതമായ ഭക്ഷണം, മിതമായ വ്യായാമം, മിതമായ വിശ്രമം, ആവശ്യത്തിനുള്ള ഉറക്കം, സന്തോഷകരമായ പങ്കുവെക്കലുകൾ, കൂടിച്ചേരലുകൾ, ഇതൊക്കെ ഇക്കിഗായുടെ ഭാഗമായിട്ട് അവർ ആചരിച്ചു പോരുന്ന കുറേ കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വേർഷനും ഒക്കെ ഈ ബുക്കിനകത്ത് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ജപ്പാനിൽ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹരഹാച്ചിബു എന്ന് പറഞ്ഞാൽ 80% മാത്രം ഭക്ഷണം കഴിക്കുക. നമുക്ക് വളരെ ചുരുക്കം മാത്രമേ ഒബീസിറ്റിയുള്ള, അമിതവണ്ണമുള്ള ജാപ്പനീസ് ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അവർ പിന്തുടരുന്ന ഈ ഒരു രീതി തന്നെയാണ് അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. ഹരഹാച്ചിബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% മാത്രം ഭക്ഷണം കഴിക്കുക. അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും സ്ഥിരമായി പറയുന്നൊരു വാക്കാണിത്, ഹരഹാച്ചിബു. 80% മാത്രം ഫുഡ് കഴിക്കുക, ആവശ്യത്തിന് മാത്രം കഴിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക. ഇതൊക്കെ പിന്തുടരുന്നത് കൊണ്ടായിരിക്കാം ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ജാപ്പാനിൽ വളരെ കുറവാണെന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്.
പിന്നെ അവർ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, മനസ്സിനെ എപ്പോഴും സജീവമായി വെച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെടുക, നമ്മൾ സന്തോഷകരമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടുക, സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുക, കുടുംബത്തിൽ തന്നെ എപ്പോഴും സന്തോഷം നിലനിർത്തുന്ന രീതിയിൽ സംഭാഷണങ്ങൾ നടത്തുക, വിവരങ്ങൾ പങ്കുവയ്ക്കുക. ഇതൊക്കെ ഇക്കിഗായി ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ അവർ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, സ്ട്രെസ് ഇല്ലാത്ത ലൈഫ്. നമ്മൾ എങ്ങനെ എത്രത്തോളം നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് സ്ട്രെസ്സിനെ അകറ്റി നിർത്തുന്നോ നമ്മൾക്ക് അത്രയും ആയുസ് കൂടാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇത് ഒരു ജാപ്പനീസ് ബുക്കാണ്, ജാപ്പനീസ് സീക്രട്ടാണ്. പക്ഷേ നമുക്കിത് വായിച്ചു കഴിയുമ്പം ഇതൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയും സ്വയം. വളരെ ലളിതമായിട്ടാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ഹെക്ടർ ഗാർസിയ, ഫ്രാൻസിസ്ക് മുറാലേസ് എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇത് പരിഭാഷ കെ കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പുസ്തകം മേടിച്ചത് കണ്ണൂരുള്ള DC ബുക്സിൻ്റെ ഷോപ്പിൽ നിന്നാണ്. അപ്പം നമ്മുടെ നാട്ടിലെ പ്രമുഖ എല്ലാ ബുക്ക് സ്റ്റോളിലും ഈ പുസ്തകം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരൊക്കെ മേടിച്ച് വായിക്കാൻ തന്നെ ശ്രമിക്കുക. നമ്മൾ എത്രയോ സമയം മൊബൈലിന് മുമ്പിൽ ചെലവഴിച്ച് തലയും കുമ്പിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം പുസ്തകത്തിന് മുമ്പിൽ തല കുമ്പിട്ടത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലല്ലോ. നമ്മൾ പണ്ടൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ശീലിച്ചത്. നമ്മൾ നേരത്തെ മെൻ്റൽ സ്ട്രെസ്സിനെ പറ്റി പറഞ്ഞല്ലോ. ഇവർ കൃത്യമായി പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അമിതമായ മെൻ്റൽ സ്ട്രെസ് നമുക്ക് അപകടമാണെന്ന് പറയുമ്പോൾ പോലും ചെറിയ തരത്തിലുള്ള മെൻ്റൽ സ്ട്രെസ് നമുക്ക് നല്ലതാണെന്നാണ് ഇവർ പറയുന്നത്. അതായത് നമുക്ക് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സിദ്ധി അങ്ങനെ കിട്ടും. അപ്പം നമ്മുടെ ലൈഫ് അതുവഴി നമ്മുടെ ലൈഫ് ലഘൂകരിക്കാൻ പറ്റുന്നതാണ് ഇവർ ഈ ബുക്കിനകത്തൊക്കെ പറയുന്നത്. ഈ പുസ്തകത്തിനെ പറ്റി ഒരുപാട് വലിച്ചു നീട്ടി ഓരോ പോർഷൻസും വായിച്ച് പോകാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജീവിത രീതിയാണ്. നമ്മൾക്ക് എങ്ങനെ സന്തോഷകരമായ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം, ഒരു ദീർഘമായ ജീവിതം, നീണ്ട ആയുസ്സോടു കൂടിയുള്ള ഒരു ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കാം എന്ന് നമുക്ക് ഈ ബുക്ക് 1-2 ആവർത്തി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ഉൾക്കാഴ്ച കിട്ടും. നമ്മൾ സാധാരണ ഒരു കഥപുസ്തകം വായിക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല നമ്മളിത് വായിക്കേണ്ടത്. നമ്മൾ ഒരു പുതിയ കാര്യം പഠിക്കാൻ പോവുകയാണെന്നും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനം ഉണ്ടാകുമെന്നും എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി നിങ്ങൾക്ക് വായിക്കാൻ എപ്പോൾ താല്പര്യം തോന്നുന്നു അന്നേരം മാത്രം നിങ്ങൾ വായിക്കുക. അല്ലാതെ ഒരാൾ ഈ ബുക്ക് തന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എന്തെങ്കിലും കണ്ടിട്ട് എന്നാൽ പിന്നെ മേടിച്ച് വായിച്ച് കളയാം എന്നുള്ള രീതിയിൽ വായിക്കരുത്. നിങ്ങൾക്ക് വായിക്കാൻ എപ്പോഴാണോ ആഗ്രഹം വരുന്നത് അന്നേരം നിങ്ങൾ മനസ്സിരുത്തി ഈ പുസ്തകം വായിക്കുക. ഇതിനകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പഠിച്ച കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക വ്യഥകളിൽ നിന്നും ഭക്ഷണ രീതികളിൽ നിന്നും നമ്മളുടെ ബന്ധങ്ങളിൽ നിന്നും നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടല്ലോ. ഇന്ന് നമ്മൾ സമ്മർദ്ദങ്ങൾക്ക് നടുവിലാണ് ജീവിക്കുന്നത്. ജോലിയിൽ സമ്മർദ്ദം, വീട്ടിൽ സമ്മർദ്ദം, EMIയുടെ സമ്മർദ്ദം, മൊബൈലിൽ സമ്മർദ്ദം. നമ്മളെ ചുറ്റും ഒരു പ്രഷറൈസ്ഡ് സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നിന്നൊക്കെ മാറി പ്രകൃതിയോട് ചേർന്ന്, പ്രകൃതിയോട് ഇണങ്ങി, നല്ല ബന്ധങ്ങളിൽ അഭിരമിച്ച്, സന്തോഷത്തോടു കൂടി ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് ദീർഘകാലം ജീവിക്കാനുള്ള ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് ഈ ബുക്കിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് മൊത്തം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയും ജീവിക്കാമെന്ന്. അപ്പോൾ ഞാൻ അധികമൊന്നും സംസാരിച്ച് ഈ വീഡിയോ നീട്ടുന്നില്ല. തീർച്ചയായിട്ടും ഇത് വാങ്ങി വായിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങി വായിക്കുക. എനിക്ക് വളരെ വേണ്ടപ്പെട്ട, എൻ്റെ ഹൃദയത്തോട് ഞാൻ വളരെ ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഈ ബുക്ക് സജസ്റ്റ് ചെയ്തത്. എനിക്കിത് വായിച്ചിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. പകർത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പകർത്താൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ നിങ്ങളും ശ്രമിക്കുക. അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.